ഇന്ന് നമുക്ക് താമരയുടെ പോട്ടിംഗ് രീതി ഒന്ന് കാണാം. പല ആളുകളും പല രീതിയിൽ പോട്ട് ചെയ്യാറുണ്ട്. അപ്പം ഞാൻ ഇവിടെ ചെയ്യുന്ന രീതിയാണ് ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ. ഒരു പാത്രം എടുക്കുക. നമ്മൾ വായുവട്ടമുള്ള ഒരു പാത്രത്തിലാണ് താമര നടേണ്ടത്. അതിലേക്ക് ആ പാത്രത്തിൻ്റെ കാൽഭാഗം ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക. ചാണകപ്പൊടി ഉണങ്ങിയ ചാണകപ്പൊടി വേണം, പച്ചച്ചാണകം ഒരിക്കലും ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ അതിൽ കല്ലോ കട്ടകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് മാറ്റുക. എന്നിട്ട് ആ പാത്രത്തിൻ്റെ കാൽഭാഗം ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു പിടി എല്ലുപൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊരു പിടി എല്ലുപൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അത്രയും തന്നെ വേപ്പിൻ പിണ്ണാക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അത്രയും തന്നെ കടലപ്പിണ്ണാക്കും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മണ്ണ് ഇട്ട് കൊടുക്കാം. ഇനി പാത്രത്തിൻ്റെ അരഭാഗത്തോളം മണ്ണിട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് മണ്ണിട്ട് കൊടുക്കാം. പാത്രത്തിൻ്റെ അരഭാഗത്തോളം മണ്ണിട്ട് കൊടുക്കുക. മണ്ണിട്ട് കൊടുക്കുന്ന സമയത്തും ഇതുപോലെ തന്നെ കല്ലോ കട്ടകളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതൊക്കെ മാറ്റിയിട്ട് വേണം മണ്ണിട്ട് കൊടുക്കാൻ. ഇനി ഈ മണ്ണ് ഒന്ന് നന്നായിട്ട് നനയുന്ന രീതിയിൽ വെള്ളം തളിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഒരു പൈപ്പ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ആ മണ്ണ് നന്നായിട്ടൊന്ന് നനയട്ടെ. ഇനി ട്യൂബർ നട്ടു കൊടുക്കാം. ഇതാണ് നമ്മൾ നടാൻ വെച്ചിട്ടുള്ള ട്യൂബർ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതൊക്കെ തളിര് വരുന്ന ഭാഗങ്ങളാണ്. ഈ ഭാഗങ്ങൾ മുകളിലേക്ക് വരത്തക്ക രീതിയിൽ വേണം ഇത് നട്ടു കൊടുക്കാൻ. അപ്പോൾ നടുമ്പോൾ പാത്രത്തിൻ്റെ സൈഡിലാണ് നട്ടു കൊടുക്കേണ്ടത്. ഇങ്ങനെ ഈ സൈഡിലൂടെയാണ് ഇതിൻ്റെ വേര് പോവുക. അപ്പോൾ സൈഡിലായിട്ട് നമ്മൾ നട്ടു കൊടുക്കണം. അപ്പോൾ സൈഡിൽ ഇതുപോലെ ഒന്ന് വഴഞ്ഞു കൊടുക്കുക. ആദ്യം ഈ ട്യൂബർ ഒന്ന് വെച്ച് നോക്കുക, എത്രത്തോളം മണ്ണ് അതിൽ നിന്ന് മാറ്റണം എന്നുള്ളത്. അങ്ങനെ ഒരു ചെറിയ കുഴി പോലെ ആ ട്യൂബറിൻ്റെ സൈസിനനുസരിച്ച് എടുക്കുക. എന്നിട്ട് ആ ട്യൂബർ അതിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ വെച്ച് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മുള വരുന്ന ഭാഗങ്ങളൊക്കെ, തളിർപ്പ് വരുന്ന ഭാഗങ്ങളൊക്കെ മുകളിലേക്ക് ആക്കിയിട്ട് വേണം വെച്ച് കൊടുക്കാൻ. അതുപോലെ തന്നെ ഈ ഭാഗങ്ങളിലൊന്നും മണ്ണ് വീഴാൻ പാടില്ല കേട്ടോ. അങ്ങനെ ശ്രദ്ധിക്കുകയും കൂടി വേണം. അപ്പോൾ ഇതിൻ്റെ ഈ സൈഡിൽ കൂടിയാണ് വേര് പോവുക. അതുകൊണ്ടാണ് ഇതിനെ ഇങ്ങനെ വെക്കുന്നത്. ഇനി അതിൻ്റെ രണ്ട് സൈഡിലും മണ്ണ് നീക്കി കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, അതിൻ്റെ മുള വരുന്ന ഭാഗങ്ങളൊന്നും മണ്ണ് ഇട്ട് മൂടരുത്. അപ്പോൾ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. പൈപ്പ് വെച്ചിട്ട് ഒന്നുകിൽ നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് കൈയിലേക്ക് പൈപ്പ് പിടിച്ച് കൊടുക്കുക. അതിനേക്കാൾ നല്ലത് ഇങ്ങനെ ഒരു ഇല വയ്ക്കുക. ചേമ്പിൻ്റെ ഇലയോ വേറെ എന്തെങ്കിലും ആയാൽ മതി. എന്നിട്ട് അതിലേക്ക് പൈപ്പ് വെച്ചു. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഇതുപോലെ മേലെ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് വെള്ളമാക്കി കൊടുത്താലും മതി. ഒരിക്കലും നേരിട്ട് പൈപ്പ് അതിലേക്ക് വെച്ച് കൊടുക്കരുത്. എന്നിട്ട് വെള്ളം നിറച്ചിടുക. ഇനി അഥവാ ഇത് നിറഞ്ഞിട്ട് കിഴങ്ങ് പൊന്തി വരികയാണ് എന്നുണ്ടെങ്കിൽ ആ കിഴങ്ങിൻ്റെ മുകളിലൊരു ചെറിയ കല്ല് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതവിടെ നിന്നോളും. പിന്നെ ഇലയൊക്കെ വന്ന് സെറ്റായി കഴിഞ്ഞതിന് ശേഷം ആ കല്ലെടുത്ത് മാറ്റിയാൽ മതി. ഇതൊക്കെ ഈ മണ്ണിലുള്ള കരടുകളാണ്. ഇതൊക്കെ നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അതല്ലെങ്കിൽ വെള്ളം ഒന്ന് ഓവർഫ്ലോ ചെയ്തിട്ടാൽ മതി. അപ്പോൾ ഈ മണ്ണൊക്കെ അങ്ങോട്ട് പോകും, ഈ കരടൊക്കെ അങ്ങോട്ട് പോകും. അപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനി വെള്ളം വല്ലാതെ കുറയുമ്പോൾ നിറച്ച് കൊടുത്താൽ മതി. അപ്പോൾ എപ്പോൾ നിറയ്ക്കുമ്പോഴും ഇങ്ങനെ വേണം വെള്ളം നിറയ്ക്കാൻ. നേരിട്ട് പൈപ്പ് അതിലേക്ക് പിടിച്ചു കൊടുക്കരുത്. ഇനി ഇതിലേക്ക് 2 മീനിനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഗപ്പീനെയാണ് ഇട്ട് കൊടുക്കുന്നത്. കൊതുക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്.
ഗപ്പി അല്ലെങ്കിൽ പായലിട്ട് കൊടുത്താൽ മതി, അസോള പോലുള്ള പായൽ എന്തെങ്കിലും ഇട്ട് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഗപ്പീനെ ഇട്ട് കൊടുക്കുകയാണ്. ഇതാ കണ്ടോ, ഇവരിനി ഇതിൽ ജീവിക്കട്ടെ. ഇനി അടുത്ത പോട്ടിലും 2 ഗപ്പീനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം സെറ്റാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി അറിയിക്കുക കേട്ടോ.